മിസ്സസ് പട്ടന്താണ് പിള്ള ഇല്ലെങ്കിൽ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആകുന്നില്ലായിരുന്നു. പട്ടന്താണ് പിള്ള ഇങ്ങനെ ഫയൽ നോക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ കൊച്ചിൻ്റെ പാട്ടൊന്ന് കേട്ടു. എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, എങ്കിലും അമ്മയുടെ സ്ഥാനത്താണ്. എനിക്ക് വലിയ വിഷമമായിരുന്നു ഈ രക്തമൊക്കെ കാണുന്നത് ക്ലാസിക്കലിൻ്റെ അടുത്ത് വരും എന്നൊക്കെ ഒരു തോന്നൽ. പക്ഷേ അബദ്ധ ധാരണയായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീകുട്ടൻ ഞങ്ങളെ രണ്ടുപേരെക്കാളും വളരെ ഇളയ ഒരു കുട്ടിയാണ്. ചേട്ടൻ്റെ കൂടെ സപ്പോർട്ട് സിംഗറായിട്ട് ശ്രീകുട്ടൻ പാടിയിട്ടുണ്ട്. അതിൻ്റെ മെച്ചമാണ് ശ്രീകുട്ടൻ കിട്ടിയത്. ചിത്രപെരുന്നാളുടെ അമ്മയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മ്യൂസിക് അക്കാഡമി ഉണ്ടാക്കുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കുട്ടി രശ്മി എന്ന് പറഞ്ഞു എൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്. പത്മശ്രീക്ക് അപ്ലൈ ചെയ്യുമല്ലോ, ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല, രശ്മിയാണ് അപ്ലൈ ചെയ്തത്. ഈ ശ്ലോകം പാടാൻ കാരണം മൂകാംബികയാണ് പഠനത്തിൻ്റെ അമ്മ. ദേവരാജൻ മാസ്റ്ററൊക്കെ ഹരിപ്പാട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു കച്ചേരി ഉള്ളത്. എൻ്റെ തമ്പുരുവാണ് അദ്ദേഹം കമ്പി മാറ്റിയിട്ടിട്ട് കൊണ്ടുപോയി പാടുന്നത് കച്ചേരിക്ക്. എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ പിന്നെ റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. എൻ്റെ ചേട്ടൻ ദേവാസുരത്തിലൊക്കെ എന്നെ സരസ് ജനാഭ സോദരിയൊക്കെ പാടിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ചിത്രയും ഞാനും കൂടെയാണ് ഒരു പ്രാർത്ഥനാ ഗാനം പാടുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം ഞങ്ങൾ പാടിക്കഴിഞ്ഞ് പിന്നെയും പാടാം, കൈകൊണ്ട് കളി, അങ്ങനെ 3 പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് പാടി. വാനപ്രസ്ഥം അതിലെ കഥകളി പദങ്ങളൊക്കെ ഞാനാ പാടിയത്. നമ്മളോടൊപ്പം പ്രശസ്ത സംഗീതജ്ഞയായ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ് ഉള്ളത്. നമസ്തേ ടീച്ചർ. നമസ്തേ. ടീച്ചർ 10,000-കണക്കിന് ശിഷ്യരുടെ അമ്മയാണ്, ഒപ്പം മക്കളുടെ അമ്മയും കൊച്ചുമക്കളുടെ അമ്മയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരമ്മ പരിവേഷം ശിഷ്യർക്ക് നൽകുമ്പോൾ അതെങ്ങനെയാണ് സംഗീതത്തിലൂടെ ടീച്ചർക്ക് അതെങ്ങനെയാണ് പകർന്നു നൽകാൻ കഴിയുന്നത്? ഒരു മാതാവിനോളം കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നാട് ഹരിപ്പാട്, അതൊരു ആയിരുന്നു പണ്ട്. ഇപ്പോൾ ഒരു പട്ടണത്തിൻ്റെ പരിവേഷം അതിനുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് അമ്പലപ്പുഴയാണ്. അപ്പോൾ ഈ അമ്പലപ്പുഴയും ഹരിപ്പാടും സുപരിചിതമാണ്. എനിക്കൊരു 15 വയസ്സ് വരെ. 15 വയസ്സായപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോന്നു. എൻ്റെ അമ്മ ഞങ്ങളെ വളർത്താൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണല്ലോ. ചേട്ടൻ MG രാധാകൃഷ്ണൻ, ഞാൻ ഉള്ള വ്യക്തി, പിന്നെ ശ്രീകുട്ടന് ഒരു 13 വയസ്സ് എങ്കിലും വ്യത്യാസം എന്നേക്കാൾ 13 വയസ്സിന് ഇളയ കുട്ടിയാണ്. അപ്പം ഞങ്ങളെ വളർത്തിയത് അമ്മ ഒരു ഗായികയായിരുന്നു. അമ്മ അക്കാലത്ത് ഹരികഥാ കാലക്ഷേപം നടത്തുമായിരുന്നു. മുൻനിരയിലുള്ള ഹരികഥാ കാലക്ഷേപം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. ഹരികഥ എന്ന് പറയുമ്പോൾ കഥയും വരും, പാട്ടും വരും, എല്ലാം വരും. അമ്മ ഇവിടെ അക്കാഡമി തുടങ്ങിയ കാലം ഫസ്റ്റ് ബാച്ചിലുള്ള വ്യക്തിയായിരുന്നു അമ്മ. എൻ്റെ അമ്മ കമലാക്ഷി അമ്മ എന്നാണ് അമ്മയുടെ പേര്. അമ്മ, ആറന്മുള പൊന്നമ്മ ചേച്ചി, പിന്നെ ഗ്രേസി ഫിലിപ്പ്, പാറശാല പൊന്നമ്മാൾ ടീച്ചർ, ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ്. അന്ന് 3 വർഷത്തെ കോഴ്സാണ്. ഇവരൊക്കെ അമ്മ സ്കൂളിൽ ജോലിയായിരിക്കുമ്പോൾ അമ്മയെ ഡെപ്യൂട്ടേഷനിൽ ആണ് പഠിക്കാനായിട്ട് അക്കാഡമിയിലേക്ക് എടുത്തത്. അതും ഒരു അമ്മ, നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അമ്മയായ തമ്പുരാട്ടി, ആ തമ്പുരാട്ടിയാണ് ചിത്രതിരുനാളിൻ്റെ അമ്മ.
ചിത്രതിരുനാളിൻ്റെ അമ്മയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മ്യൂസിക് അക്കാഡമി ഉണ്ടാക്കുന്നത്. ചിത്രതിരുനാളിനെ നിർബന്ധിച്ച് ഇങ്ങനെയൊരു സ്ഥാപനം മ്യൂസിക്കിന് വേണ്ടി ഉണ്ടാക്കി. അത് ഏത് വർഷമായിട്ട് വരും, ഓർക്കുന്നുണ്ടോ? 1931 എനിക്ക് തോന്നുന്നത്. കാലഘട്ടം എനിക്ക് അത്ര നിശ്ചയമില്ല. അപ്പോൾ അന്ന് ചെമ്മൻകുടി സാറായിരുന്നു പ്രിൻസിപ്പൽ. വളരെ വളരെ വലിയ ഗായകരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു അന്ന് അവിടുത്തെ അധ്യാപകർ. മുത്തയ്യ ഭാഗവർ സ്വാമിയായിരുന്നു പ്രിൻസിപ്പൽ, പിന്നെ കല്യാണകൃഷ്ണ ഭാഗവതർ, ഇങ്ങനെ NV നാരായണയ്യർ, ഇങ്ങനെ പല വിദ്വാൻമാർ ഉണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ അന്ന് ഈ 3 വർഷം കഴിഞ്ഞ് അമ്മ സ്കൂൾ ടീച്ചറായിട്ട് വീണ്ടും അമ്മയുടെ പഴയ ലാവണത്തിലേക്ക് പോയി. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ. 10-20 പേര് വീട്ടിലുണ്ടാവും. ഒരു 10 പേരെങ്കിലും അച്ഛൻ്റെ ശിഷ്യരാണ്. പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, ഇങ്ങനെ ഞങ്ങൾ അന്ന് 2 മക്കളേ ഉള്ളൂ, ശ്രീകുട്ടനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഇവരുടെ എല്ലാം അമ്മയായിരുന്നു എൻ്റെ അമ്മ. ഈ 10-25 പേരെ പരിപാലിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അമ്മയുടെ കൂടെയുള്ള 2 വ്യക്തികളെ കൂടെ ഞാൻ ഓർക്കുന്നു. അതായത് ഒന്ന് പട്ടംതാണു പിള്ളയുടെ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നല്ലോ ഇവിടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊന്നമ്മ താണുപിള്ള. പിന്നൊന്ന് ഇവിടെ കോളേജിലെ വിമൻസ് കോളേജിലെ ആദ്യത്തെ പ്രൊഫസർ മിസ്സസ് നായർ. T. ലക്ഷ്മണപിള്ള എന്ന് പറഞ്ഞ വലിയ മഹാവിദ്വാൻ്റെ മകളായിരുന്നു. അവരായിരുന്നു ആദ്യത്തെ പ്രൊഫസർ വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന്. ഇത് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത്, യാതൊരു സംശയമില്ല. കാരണം മിസ്സസ് പട്ടംതാണുപിള്ള ഇല്ലെങ്കിൽ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആകുകയില്ലായിരുന്നു. കാരണം അമ്മയുടെ കൂടെ ജോലി നിർവഹിച്ചത്, അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, ഈ അമ്മ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ഇവിടെ ഹരിപ്പാട്ടും മാവേലിക്കരയൊക്കെ. അന്ന് അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്നു. ട്രിവാൻഡ്രത്ത് വന്നപ്പം എന്നെ പിന്നെ അവരുടെ കാറിൽ ഇങ്ങനെ പാടേണ്ട, അവർക്കൊരു വനിതാ സമാജമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എല്ലാം കൊണ്ട് നീ കുട്ടിയുടെ പാട്ട് കേൾക്കാം. ഒന്നും വേണ്ട, പട്ടംതാണുപിള്ള ഇങ്ങനെ ഫയൽ നോക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ കൊച്ചിൻ്റെ പാട്ടൊന്ന് കേട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്കൊരു പേര് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടാകുന്നത്. അതുപോലെ മിസ്സസ് നായർ, ആ അമ്മയാണ് എനിക്ക് ജോലി തന്നത്. അതെ, അവര് അമ്മമാരല്ലേ, എൻ്റെ അമ്മമാർ തന്നെയാണ്. ഞാൻ വളരെ പണ്ട് ടീച്ചറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ശിഷ്യഗണങ്ങളെല്ലാം കുഞ്ഞു കുട്ടികൾ മുതൽ തിരുവനന്തപുരത്ത് ആദ്യത്തെ വീട്ടില്, നമ്മുടെ സംഗീത ഭാരതി അന്ന് തുടങ്ങിയിട്ടില്ല, അവിടെ ഈ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാം, ഉമ്മറത്തും അടുക്കളയിലും ഹാളിലുമൊക്കെ. അതായത് ഒരു ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷമോ സംഗീത പഠനത്തിൻ്റെ അന്തരീക്ഷമോ ഒന്നുമല്ല, ഇവരിങ്ങനെ അങ്ങ് യഥേഷ്ടം നടക്കുകയാണ്. ചിലരിരുന്ന് പാടുന്നുണ്ട്, ടീച്ചർ അവരുടെയൊക്കെ അമ്മയായി ഇങ്ങനെ ഇടയിലൂടെ നടക്കുന്നത് കാണാം. എൻ്റെ ശിഷ്യരുടെ വളരെ മനോഹരമായ ഒരു കാഴ്ച അമ്മ തന്നെയായിരുന്നു ഞാൻ. എനിക്ക് ഈ സമ്പത്ത് എന്ന് പറയുമ്പം ശിഷ്യസമ്പത്തായിരുന്നു എൻ്റെ സമ്പത്ത്. അതെ, ഇപ്പോഴും അതെ, അന്നും ഇന്നും എന്നും. അല്ലാതെ കുറേ പൈസ അങ്ങനെയല്ല, ശിഷ്യരാണ് എൻ്റെ സമ്പത്ത്. അതുകൊണ്ട് അവരുടെ അമ്മയായിട്ട് അവരും കരുതി, ഞാൻ എൻ്റെ മക്കളായിട്ട് അവരെയും കരുതിയിട്ടുണ്ട്. ചിത്രയൊക്കെ എത്രയോ വർഷങ്ങളാണ് അവിടെ പഠിച്ചിരുന്നത്. അത് വെറുതെ ഉള്ളൊരു പഠനമല്ലായിരുന്നു. അതെ, അതായത് കോളണൽ സ്കൂള് വിട്ടാൽ ഉടനെ വീട്ടിൽ വരും. അച്ഛൻ വളരെ വൈകിയാണ് വരുന്നത്. ചിത്രയുടെ അച്ഛൻ, അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നല്ലോ, ദൂരെ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വൈകിയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് MP നായർ എന്നാണ് വിളിക്കാറുള്ളത്, MP ഗോപിനാഥൻ നായർ. അദ്ദേഹം
ഓൾ ഇന്ത്യ റേഡിയോയിൽ സ്റ്റേഷൻ എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് വളരെ വൈകിയാണ് ചിത്രം പോണത്. അപ്പോൾ എത്രയോ വർഷങ്ങൾ ആ ഒരു ബന്ധം. അതെ, അപ്പോൾ എത്രയോ മണിക്കൂറുകളാണ്. അതെ. അപ്പോൾ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, എങ്കിലും അമ്മയുടെ സ്ഥാനത്താണ്. അത് ചിത്രം മാത്രമല്ല, എത്രയോ ശിഷ്യർ. അവരെ ഇപ്പോൾ എണ്ണി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം എത്രയോ വർഷം കൊളീജിയറ്റ് സർവീസിലായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സംഗീത വിഭാഗത്തിൻ്റെ മേധാവിയുമായിരുന്നു. അതെ. പിന്നെ സംഗീത ഭാരതി ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. അപ്പോൾ എത്രയോ കുട്ടികളാണ് അവിടെ പഠിച്ചു പോയിരിക്കുന്നത്, എണ്ണിയാൽ തീരെയില്ല. അവിടെയൊന്നും ഒരു ടീച്ചർ, അധ്യാപിക അല്ല. അമ്മ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തരംതിരിവ് വരുന്നത്? അതായത് എങ്ങനെ? കമലാലക്ഷ്മി ഉണ്ടല്ലോ കൂടെ. അതെ. അപ്പോൾ കമലാലക്ഷ്മി ഉണ്ട്, ശിഷ്യരും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ്. ഒരുപോലെ തന്നെ. കൊച്ചുമക്കളായപ്പോഴോ സാധാരണ പറയും കൊച്ചുമക്കളാവുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും അവരോട് വാത്സല്യം കൂടും എന്നുള്ളത്. വാത്സല്യമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ശിഷ്യരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അന്നും ഇന്നും അവർക്ക് എന്നോടുള്ള അധികമായിട്ടുള്ള സ്നേഹമാണുള്ളത്. അതെ. അവരൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിസൈപ്പിൾസ് ഓഫ് ഡോക്ടർ കെ ഓമനക്കുട്ടി എന്ന് പറഞ്ഞൊരു. അതിൽ എത്രയോ പേര് ചേർന്നിരിക്കുകയാണ്. എത്രയോ പേരെന്നെ വിളിക്കാറുണ്ട്. അവർ ഒരു ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ എൻ്റെ ശിഷ്യരെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉപദേശിക്കും എന്നുള്ളതല്ലാതെ ഒരു ദേഷ്യ മനോഭാവം എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ടീച്ചറിൻ്റെ ശിഷ്യരെല്ലാവരും അവിടെ നിന്ന് പഠിച്ച് പല മേഖലകളിൽ പോയാൽ പോലും അവരൊക്കെ തിരിച്ച് ടീച്ചറിനെ കാണാൻ വരാറുണ്ട് എന്നുള്ളത് അറിയാം. എല്ലാവരും വരും. അതുമാത്രമല്ല പലരും അവിടെ തന്നെ പഠിപ്പിക്കാൻ താല്പര്യവും കാണിച്ചിട്ടുണ്ട്. ധാരാളം പേർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കുട്ടി രശ്മി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ചിലർ ഈ ജാതി മതങ്ങളൊക്കെ നോക്കി അവരെ താമസിപ്പിക്കുകയില്ല. എനിക്കങ്ങനെ ഇല്ലായിരുന്നു. എൻ്റെ കൂടെ എത്രയോ വർഷം രശ്മി താമസിച്ചിരുന്നു. അത് പറയാതിരിക്കാനൊക്കെ ഇല്ല. അവിടെ ക്ലാസ് എടുത്തിരുന്നു രശ്മി. പിന്നെ എൻ്റെ കൂടെ കച്ചേരിക്ക് എല്ലാം വരുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോയപ്പോൾ എൻ്റെ മോളെയല്ല കൊണ്ടുപോയത്, രശ്മിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഉള്ള ബന്ധം. അപ്പോൾ ഇവിടെ ഈ പത്മശ്രീക്ക് അപ്ലൈ ചെയ്യുമല്ലോ, ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല, രശ്മിയാണ് അപ്ലൈ ചെയ്തത്. ആർക്ക് വേണേ അപ്ലൈ ചെയ്യാമല്ലോ, രശ്മിയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഹൃദയബന്ധം, സ്നേഹബന്ധം, ഹൃദയബന്ധമാണ് എൻ്റെ ശിഷ്യരുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അവർക്കും അന്നും ഇന്നും എന്നെ അത്ര സ്നേഹത്തോടു കൂടിയാണ്. ഒരു പക്ഷേ ടീച്ചറിൻ്റെ ഈ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും അതൊക്കെ തന്നെ ആയിരിക്കും. സംശയമില്ല, ഒരു സംശയമില്ല. എൻ്റെ ശിഷ്യ സമ്പത്താണ് എൻ്റെ സമ്പത്ത്. എന്തായാലും ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും ഹൃദിസ്ഥമാണ്, ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ടീച്ചറിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറിൻ്റെ ശബ്ദമാണ്, ശബ്ദമാധുരിയാണ്. അപ്പോൾ പ്രേക്ഷകർക്കായി ഒരു ഗാനം പാടിയേ പറ്റുകയുള്ളൂ. അയ്യോ, ഞാനിപ്പോൾ പാടാറില്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ച പിന്നെ ഞാൻ പാടാറില്ല, പഠിപ്പിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാണിദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴും വാണി വൈഭവമോഹിനി ത്രിജഗദാം നാഥേ വിരിഞ്ചപ്രിയേ വാണി ദോഷം അശേഷമാശു കളവാൻ നാവിങ്കൽ ആത്താദരം വാണിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ഈ ശ്ലോകം പാടാൻ കാരണം മൂകാംബികയാണ് പഠനത്തിൻ്റെ അമ്മ. അതെ അതെ. ഏത്
പഠനത്തിൻ്റെയും അമ്മ മൂകാംബിക തന്നെയാണ്, അതായത് സരസ്വതി ദേവിയാണ്. നമുക്കറിയാം ടീച്ചറിൻ്റെ ഒരു സംഗീത പാരമ്പര്യം. അച്ഛനും അമ്മയിലും തുടങ്ങി അത് കണ്ടു വളർന്ന ടീച്ചർ തുടർന്ന് അങ്ങോട്ട് ഇനി കൊച്ചുമകൻ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ സംഗീത പഠനം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആർജിച്ചത് അത് നിലനിർത്തി സഹോദരങ്ങളുടെ ഒപ്പം വളർന്ന് കൊച്ചുമകനിലേക്ക് പകരുമ്പോൾ അതെങ്ങനെയാണ് ആ പാരമ്പര്യം അങ്ങനെ പോകുന്നത്? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പരമേശ്വരൻ പിള്ള എന്നായിരുന്നു പേര്. അദ്ദേഹവും ഗായകനായിരുന്നു. അന്നത്തെ ഈ ഭജനഗാനങ്ങളൊക്കെ പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നാണ് അച്ഛനിലേക്ക് വരുന്നത്. അച്ഛൻ വളരെ ബാല്യകാലത്ത് തന്നെ സംഗീതാഭിരുചി കാണിച്ചിരുന്നു എന്നാണ് അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നത്. അച്ഛൻ ഒരു 10-15 വയസ്സായപ്പോഴേക്ക് തമിഴകത്തേക്ക് കടന്നു. അവിടെയുള്ള പല വിദ്വാൻമാരുടെ അടുത്തു നിന്നും സംഗീതം അഭ്യസിച്ചതിന് ശേഷം ഇവിടെ ഹരിപ്പാട്ടിനടുത്താണ് പള്ളിപ്പാട്, അവിടെയായിരുന്നു അച്ഛൻ്റെ കുടുംബം. അവിടെ എത്തുകയായിരുന്നു. അവിടെ വന്നതിന് ശേഷം ഒരു ചെറുപ്പം ഒക്കെ ആയപ്പോൾ സംഗീത നാടകത്തിലേക്ക് കിടന്നു. അപ്പോൾ മലബാർ ഗോപാലൻ നായർ എന്നാണ് അറിയപ്പെട്ടത്. അന്ന് തമിഴകത്തുള്ള ആളുകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ചെന്നാൽ മലബാറിൽ നിന്ന് വന്ന ആൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് അച്ഛൻ ആ പേര് കിട്ടിയത്. പിന്നെ അത് മാറ്റിയില്ല. അപ്പം അച്ഛന് ഈ സംഗീത നാടകങ്ങളിലെ ഹാർമോണിയവും അതോടൊപ്പം തന്നെ വോക്കലിസ്റ്റുമായിരുന്നു. അന്ന് ഒരു ചൊല്ല് പോലും ഉണ്ടായിരുന്നു, മലബാർ വന്നാൽ കൊട്ടക പൊളിയെന്ന്. പണ്ട് ഈ ഹാളും അങ്ങനെയൊന്നും അല്ലല്ലോ, മൈക്കൊന്നും ഇല്ലാത്ത കാലം. ഈ നിലം ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നല്ലോണം അടിച്ച് വൃത്തിയാക്കി പിന്നെ ഓലപ്പരയാണ് കിട്ടുന്നത്, വലിയ കൊട്ടക കിട്ടും, അതാണ് കൊട്ടക. അപ്പം മലബാർ വന്നാൽ കൊട്ടക പൊളിയും എന്ന് പറയുന്നത് അച്ഛന് അത്ര പേരായിരുന്നു. അത്ര പേരെന്ന് പറഞ്ഞാൽ വളരെ അസാമാന്യമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു, പാടുന്ന വ്യക്തിയായിരുന്നു. നാഗവള്ളി RS കുറുപ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 3 പേരെ ഒരു തട്ടിൽ വെച്ചാൽ, മലബാറിനെ മാത്രം ഒരു തട്ടിൽ വെച്ചാലും നിങ്ങൾ പൊങ്ങി നിൽക്കുമെന്ന്. അതായത് നിങ്ങൾ അത്രയും വരിയില്ല എന്ന്. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം, അച്ഛൻ. അപ്പോൾ അച്ഛനാണ് എന്നെ ആദ്യ പാഠങ്ങളും കീർത്തനങ്ങളും വരെയൊക്കെ പഠിപ്പിച്ചത് അച്ഛനായിരുന്നു. പിന്നെയാണ് ഞാൻ സുവോളജി ഐച്ഛികമായിട്ട് എടുത്താണ് പഠിച്ചത് വിമൻസ് കോളേജിൽ. സുവോളജി ആയതുകൊണ്ട് അന്ന് പാടാനൊന്നും ഉള്ള സമയവും സൗകര്യമോ. അതെങ്ങനെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലോട്ടെത്തിയത്? അതുകൊണ്ട് തീരുമാനത്തിൽ വരാൻ കാര്യമുണ്ട്. അച്ഛനെയും ചവിട്ടാർമോണിയമാണ് വായിച്ചിരുന്നത്. അത് ഭയങ്കര ഭാരമാണ് അത് മടക്കി വെച്ചാൽ. അപ്പോൾ അന്ന് കാളവണ്ടിയിലും ബസ്സിലും ഒക്കെ അത്രയേ ഉള്ളൂ, ഈ സഞ്ചാര സൗകര്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ പോയിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പേരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ കഷ്ടപ്പെടേണ്ട, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ കോളേജ് അധ്യാപികയായിട്ടോ പോകട്ടെ എന്ന് വിചാരിച്ച് എന്നെക്കൊണ്ട് സുവോളജി എടുപ്പിച്ചത്. പക്ഷെ ഞാൻ ഡോക്ടറായി, അത് സംഗീതത്തിൽ ആണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ. ടീച്ചറിനൊരു വിഷമം തോന്നിയിരുന്നോ? എനിക്ക് പിന്നെ തവളയും ഓന്തിനെയും ഒക്കെ ഡിസെക്റ്റ് ചെയ്യുമല്ലോ, വെള്ളത്തിൽ ഇട്ട് ആണിയടിച്ച് ഒക്കെയാണ് അതിനെ മയക്കിയിട്ട്. അപ്പോൾ ചിലതിന് ജീവൻ വന്ന് ചാടും, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വലിയ വിഷമമായിരുന്നു ഈ രക്തമൊക്കെ കാണുന്നതും. എടുത്തു കഴിഞ്ഞ് അന്ന് ഒരു ഡോക്ടർ എന്നുള്ള ഒരു ആകണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ആണ് ഈ സബ്ജക്റ്റ് എടുത്തത്. പക്ഷേ അതെടുത്തു കഴിഞ്ഞ് അയ്യോ ഇതെടുത്തല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഏറ്റവും നല്ല അധ്യാപകരും ഏറ്റവും അടുത്ത ശിഷ്യരും എനിക്ക് സുവോളജി പഠനത്തിൽ നിന്നാണ് കിട്ടിയത്. എനിക്ക് സംഗീത പഠനം
അതിലുള്ള കൂട്ടുകാരേക്കാൾ അതിൽ ശിഷ്യരാണ് എനിക്ക്. അതെ, കൂട്ടുകാരേക്കാൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകരും എൻ്റെ കൂട്ടുകാരും സുവോളജി പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടി. പക്ഷേ വേറെ ഒരു പ്രയോജനവും എനിക്ക് സുവോളജിയിൽ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ അത് പിന്നെ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടല്ലോ മനുഷ്യനെല്ലാം, എങ്ങനെ സംഗീതത്തിലേക്ക് വന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഇതെല്ലാം ഡിസെക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യൊക്കെ അങ്ങ് മരവിച്ച പോലെ ആകും. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തേക്കും വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഉണ്ണാൻ തോന്നാറില്ല. അങ്ങനെ 3 വർഷം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്കൊരു എന്തോ അറപ്പ് പോലെയും വെറുപ്പ് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോൾ BSc ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഈ അവാർഡ് കിട്ടിയവർക്കെല്ലാം ഒരു അവാർഡ് ദാന ചടങ്ങ് പുത്തിരിക്കണ്ട മൈതാനത്ത് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് അക്കാദമിയുടെ പ്രിൻസിപ്പലായിരുന്ന ചെമ്മൻകുടി സാറ്, കല്യാണകൃഷ്ണ ഭാവർ, അതുപോലെ തന്നെ വളരെയധികം വലിയ പണ്ഡിതന്മാർ അവരൊക്കെ ഇതിന് വന്നിരുന്നു, ഈ അവാർഡ് കൊടുക്കാനും വാങ്ങാനും ഒക്കെയായിട്ട്. അപ്പോഴെൻ്റെ ആയിരുന്നു പ്രെയർ. അന്നത്തെ ഈ ഇവിടെ മുഴുവൻ പ്രെയർ പാടുന്നത് ഞാനായിരുന്നു, ട്രിവാൻഡ്രം മുഴുവൻ. അതിനും ഒരു കഥയുണ്ട്, ഞാൻ പറയാം. അപ്പോൾ എൻ്റെ പ്രെയർ കേട്ടിട്ട് ചെമ്മൻകുടി സാറ് അന്വേഷിച്ചു. അന്ന് ഗാനപ്രവീണ എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയ കാലമാണ് അക്കാഡമിയിൽ, ഒരു അഡ്വാൻസ്ഡ് കോഴ്സാണ്. അതായത് ഗാനഭൂഷണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാണ് ഗാനപ്രവീണ 3 വർഷം. അദ്ദേഹം അന്വേഷിച്ചു ഇതാരാണ് എന്ന് അന്വേഷിച്ചപ്പം അത് ചേട്ടൻ അന്ന് അക്കാഡമി പഠിക്കുക. അത് രാധാകൃഷ്ണൻ്റെ അനിയത്തിയാണ്, മലബാർ ഗോപാലൻ നായരുടെ മകളാണ്, കമലാക്ഷി അമ്മയുടെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം അക്കാഡമി തുടങ്ങുന്ന കാലം. അങ്ങനെ വന്നപ്പം പിന്നെ അച്ഛനെ ആളയച്ചു അച്ഛൻ്റെ അടുത്ത്. പറഞ്ഞു ഈ കുട്ടിയെ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അവളെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ MScക്കോ വിടാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും വിടരുത്, ആ കുട്ടിക്ക് അഭിരുചി സംഗീതത്തിലാണ്. ഞാൻ 4 വർഷം ഇളവ് ചെയ്ത് കൊടുക്കാം, ഗാനഭൂഷണം ഗാനപ്രവീണിക്ക് ചേർക്കാം അവളെ എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും മ്യൂസിക്കിലേക്ക്. അപ്പം ഇങ്ങനെ വരേണ്ടത് ഇങ്ങനെ വന്നു എന്ന് പറയും. പക്ഷെ അതായിരുന്നു ദൈവനിശ്ചയം. അതായിരുന്നു ദൈവനിശ്ചയം. അങ്ങനെ ഞാൻ ഗാനപ്രവീണിക്ക് ചേർന്നു. പാസ്സായ ഉടനെ എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു 3 മാസത്തേക്ക് ഞാൻ 3 മാസം വർക്ക് ചെയ്തു. വേണമെങ്കിൽ ആജീവനാന്തം വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്തു അവിടുത്തെ അനൗൺസറായിട്ട്. അപ്പോൾ അച്ഛന് ഒരു തോന്നല് കോളേജിൽ വിടണം, കോളേജിൽ ലെക്ചററായിട്ട് പോകട്ടെ. അപ്പോൾ അന്ന് ഏതെങ്കിലും ഒരു ഹയർ ഡിപ്ലോമയും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ലെക്ചററായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ പോയി, വേക്കൻസി വന്നപ്പം ഞാൻ പോയി, ഞാനതിനെ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാൻ കോളേജിലേക്ക് പോകുന്നു. അങ്ങനെ ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ്, ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് അവിടുത്തെ. പക്ഷേ എനിക്ക് വിഷമമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നോ, പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലാകുമ്പോൾ ഒരുപാട് സിനിമാ താരങ്ങൾ വരും, വലിയ 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 ആളുകൾ വരും, അവരെയൊക്കെ കാണാമല്ലോ. അതൊരു സന്തോഷം, അതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഷീല വരും, നസീർ വരും, അതുപോലുള്ള ജയൻ വരും. അത് എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ പിന്നെ റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. പക്ഷേ ടീച്ചർ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവരെയൊക്കെ കാണുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞു, ധാരാളം അവസരങ്ങൾ ടീച്ചറുടെ മുന്നിലുണ്ടായിട്ടും സിനിമാ മേഖലയിലോട്ട് കടക്കാൻ ശ്രമിച്ചിട്ടേ? അതിനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു, നീ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ മതി, നീ സിനിമയിലേക്കൊന്നും പോകണ്ട. വേണമെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. കാരണം ദേവരാജൻ മാസ്റ്ററൊക്കെ ഹരിപ്പാട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു കച്ചേരി ഉള്ളപ്പോൾ. എൻ്റെ തമ്പുരുവാണ് അദ്ദേഹം കമ്പി മാറ്റിയിട്ടിട്ട് കൊണ്ടുപോയി പാടുന്നത് കച്ചേരിക്ക്. അപ്പോൾ അദ്ദേഹം വരുമ്പോഴൊക്കെ എന്നെ പാടിക്കുമ്പോൾ അന്ന് ശബ്ദം എന്ന് പറഞ്ഞാൽ എത്ര വേണേ മേളിലേക്ക് പോകും. ക്ലാസിക്കൽ ഒരുപാട് വർഷം പഠിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഒന്ന് നിലയ്ക്കും, അത്ര പോകില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്.
എനിക്ക് ക്ലാസിക്കലാണ്. പിന്നെ ക്ലാസിക്കലല്ലേ പഠിച്ചതെല്ലാം, അക്കാഡമി പഠിച്ചതും ഒക്കെ ക്ലാസിക്കലാണ്. അങ്ങനെ ആണ് ഞാൻ ക്ലാസിക്കലിൽ മാത്രം ഒതുങ്ങിപ്പോയി. എന്നാലും എൻ്റെ ചേട്ടൻ ദേവാസുരത്തിലൊക്കെ എന്നെ സരസ്വജനാഭ സോദരിയൊക്കെ പാടിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതാണ് ഒന്നിൽ ഈ കർണാടക സംഗീതം എന്ന് പറയുന്നത് ഒരു മഹാസാഗരത്തോട് ഉപമിക്കാം. അതിൻ്റെ മനോധർമ്മ സംഗീതം, കീർത്തനങ്ങൾ, രാഗം, അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതിൽ നിന്ന് വിട്ടുപോരാൻ. അങ്ങനെയാണ് ഞാൻ കച്ചേരി ചെയ്യുമായിരുന്നു ധാരാളം. ഇവിടെയും എബ്രോഡും അതുപോലെ തന്നെ മദ്രാസിലും സൗത്ത് ഇന്ത്യ മുഴുവൻ പാടിയിട്ടുണ്ട്, കേരളം മുഴുവൻ പാടിയിട്ടുണ്ട്. അതൊക്കെ മതി. അതെ അതെ, അതിൽ കിട്ടുന്ന ഒരു ആനന്ദം എനിക്ക് സിനിമാ പാട്ടിൽ കിട്ടാറില്ല. പക്ഷെ കേൾക്കുന്നത് ഇഷ്ടമാണ്. സിനിമാ മേഖലയിൽ എത്രയോ ഗായികമാർക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വേറൊരു മേഖലയാണ്. ആ മേഖലയിലേക്ക് അങ്ങ് മനസ്സോടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സിനിമാ പാട്ട് പാടണമെന്നൊന്നും തോന്നത്തില്ല. അതാണ്. പക്ഷേ സിനിമാ പാട്ട് പാടിയാലാണ് പ്രശസ്തി കിട്ടുന്നത്. അതെ, എത്രയോ സാധാരണക്കാരൻ്റെ അതെ അവർക്ക് മനസ്സിലാകുന്ന ഒരു മേഖലയാണത്. പക്ഷേ ഞാൻ കൂടുതൽ ക്ലാസിക്കലിലേക്ക് ആഴത്തി പോയത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പാടണമെന്ന് അതിനോടൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ പാടിയിട്ടുണ്ടെന്ന് മാത്രം. അതൊന്ന് അയിത്തത്തിലൊക്കെ ചിത്രയുടെ കൂടെ പാടിയിട്ടുണ്ട്. ശരി, ചിത്രയുടെ കൂടെ അന്ന് MG രാമേന്ദ്രൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന്, അദ്ദേഹം വരുന്ന സ്ഥലമെല്ലാം തമിഴരല്ലേ, അവർ പൂക്കളിട്ടിരുന്നു. നടന്നു വരുന്നിടത്ത് പൂക്കളിട്ടിരിക്കുക. വന്നപ്പോൾ അതിൻ്റെ വിളക്ക് കൊളുത്തുന്ന പരിപാടി ചിത്രയും ഞാനും കൂടാണ് ഒരു പ്രാർത്ഥനാഗാനം പാടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് MG രാമേന്ദ്രൻ അവർക്ക്. അദ്ദേഹം ഒരു പ്രാവശ്യം ഞങ്ങൾ പാടിക്കഴിഞ്ഞ് പിന്നെയും പാടാം, കൈകൊണ്ട് കാണിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് പാടിച്ചു. അതൊക്കെ അയിത്തത്തിൽ ജഗതോദ്ധാരണ അങ്ങനെയുള്ള പാട്ടുകൾ ഞാനും ചിത്രയും കൂടെയൊക്കെ പാടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ കഥകളിയുള്ള ഒരു കഥകളി മോഹൻലാൽ കളിക്കുന്ന എന്താണ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു വാനപ്രസ്ഥം. അതിലെ കഥകളി പദങ്ങളൊക്കെ ഞാനാ പാടിയത്. ടീച്ചർ കഥകളി സംഗീതത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഹരിദാസ് ആയിരുന്നു എന്നെ പഠിപ്പിച്ചത് കഥകളി ഗാനങ്ങളൊക്കെ. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, കഥകളി ഗാനം എന്തുവാ പിന്നെ ക്ലാസിക്കലിൻ്റെ അടുത്ത് വരുമോ എന്നൊക്കെ ഒരു തോന്നൽ. പക്ഷേ അബദ്ധ ധാരണയായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹരിദാസ് പാടിത്തന്ന കഥകളി പദങ്ങൾ ഞാൻ പെട്ടെന്ന് പഠിക്കുമായിരുന്നു ക്ലാസിക്കലൊക്കെ. ഈ കഥകളി പദങ്ങൾ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഭാവത്തോടു കൂടി. അപ്പോൾ അത്ര പ്രധാനമാണ്, ഭാവമുള്ള പാട്ട് തന്നെയാണ് കഥകളിപ്പാട്ട്, അതും പ്രത്യേകിച്ച് ഹരിദാസിൻ്റെ. ടീച്ചർ, അപ്പോൾ സംഗീത പാരമ്പര്യം അത് എല്ലാവർക്കും അറിയാം. ടീച്ചർ അതിലിങ്ങനെ സംഗീതത്തിലാണ് ജീവിച്ചത്, ജനിച്ചതും ജീവിച്ചതും ജീവിക്കുന്നതും ഒക്കെ സംഗീതത്തിലാണ്. സംഗീത പാരമ്പര്യം എന്ന് പറയുമ്പോൾ അച്ഛനിലും അമ്മയിലും പിന്നെ സഹോദരങ്ങളിലും ഇത് പിന്നെ തുടർന്നങ്ങോട്ട് ശിഷ്യഗണങ്ങൾക്കും പകർന്നു നൽകുന്നു. എങ്ങനെയാണ് ഈ ജീവിത സഫരി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് സംഗീതമേ ജീവിതം എന്ന് കേട്ടിട്ടുണ്ട്, അത് തന്നെയാണല്ലേ ടീച്ചറിന്? സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹരിപ്പാട്ട് എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ കേട്ടിട്ടുള്ളത് സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചകളേ ഉള്ളൂ, കേട്ടത് പിന്നെ സംഗീതമേ ഉള്ളൂ. അവിടെ വലിയ വലിയ കലാകാരന്മാരെൻ്റെ അച്ഛനെ സന്ദർശിക്കാൻ വരുമായിരുന്നു. അവരൊക്കെ സംഗീതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഹരിപ്പാട്ട് ഉത്സവം, 10 ദിവസ ഉത്സവം, ആറാട്ട് വരെ, 1-ാം ദിവസം മുതൽ 10-ാം ഉത്സവം വരെ. അന്നൊക്കെ കച്ചേരി മാത്രമേ ഇവിടെ വയ്ക്കുള്ളൂ. അപ്പോൾ അച്ഛനും ഞാനും ചേട്ടനും മുൻനിരയിൽ
ഇരിക്കും ഈ വലിയ വലിയ വിദ്വാൻമാരുടെ പാട്ട് കച്ചേരി കേൾക്കുവാൻ. അപ്പോൾ അങ്ങനെ സംഗീതമേ ജീവിതം, രോഹിണി പറഞ്ഞ പോലെ സംഗീതമേ ജീവിതം തന്നെയായിരുന്നു. പിന്നുള്ള കാലവും സംഗീതമേ ജീവിതം തന്നെ. അങ്ങനെയാണ് വളർന്നത്. ചേട്ടനാണെങ്കിലും ചേട്ടന് ആദ്യം ക്ലാസിക്കൽ മ്യൂസിക്കാണ് നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ക്ലാസിക്കൽ കച്ചേരികൾ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കച്ചേരികൾ കേൾക്കുക, അച്ഛന് കുട്ടികളെ പഠിപ്പിക്കുന്നത് കേൾക്കുക, അമ്മ പഠിപ്പിക്കുന്നത് കേൾക്കുക, ഇതൊക്കെ തന്നെ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സംഗീതം ഉറക്കത്തിൽ പോലും സംഗീതത്തിനെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം. പിന്നെ അച്ഛൻ്റെ ശിഷ്യരെല്ലാം നന്നായിട്ട് പാടുന്നവരും ഉണ്ടായിരുന്നു, അവരെ പഠിപ്പിക്കുന്നത് കേൾക്കുക. പിന്നെ എനിക്ക് ഇന്നും എൻ്റെ കാതിൽ നിൽക്കുന്നത്, അച്ഛൻ ഹാർമോണിയം വായിക്കുമായിരുന്നല്ലോ. അച്ഛൻ ഈ സംഗീത നാടകങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം വെളുപ്പിന് എണീറ്റ് ഇത് വായിക്കും, ഈ ഹാർമോണിയം വായിക്കുന്ന. അപ്പോൾ വെളുപ്പിന് ഞാൻ ഉണരുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത് ഫ്ലൂട്ടാണോ അതോ വയലിനാണോ അതോ നാദസ്വരമാണോ അതോ ഹാർമോണിയമാണോ? ആ നാദശുദ്ധി, ഇതിൻ്റെ എല്ലാം നാദശുദ്ധി അച്ഛൻ്റെ ഹാർമോണിയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ അന്ന് പഠിപ്പിച്ച പഴയ കാലത്തല്ലേ, അപ്പോൾ പഴയ കാലത്ത് പാടുന്നതും ഇക്കാലത്ത് പാടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അച്ഛന് ഇന്നത്തെ രീതിയിലുള്ള ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ എത്രമാത്രം ദീർഘദൃഷ്ടി എൻ്റെ അച്ഛനുണ്ടായിരുന്നു എന്നുള്ളത്. അതെ, ടീച്ചറുടെ അടുത്ത തലമുറയിലേക്ക് ടീച്ചർ അത് അടുത്ത തലമുറ എൻ്റെ മകൾ, എനിക്കൊരു മകളേ ഉള്ളൂ, കമലലക്ഷ്മി. അവൾ പല MA എടുത്ത വ്യക്തിയാണ്. അതായത് വീണയാണ് മുഖ്യമായിട്ട് എടുത്തിരുന്നത്. KS നാരായണസ്വാമി എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. യഹൂദി മെനുവിൻ്റെ കൂടെയും പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ കൂടെ ഒക്കെ അദ്ദേഹം ലോകസഞ്ചാരം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം വീണയുടെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു. അദ്ദേഹമാണ് അവളെ പഠിപ്പിച്ചത്. അവൾ വീണ MA ചെയ്തിട്ടുണ്ട്, മ്യൂസിക് MA ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് തെറപ്പിയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതാണ്. പക്ഷേ അവളൊരു വീട്ടമ്മയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. പിന്നെയുള്ളത് അവളുടെ 2 മക്കൾ, ആൺകുട്ടികൾ. അവർ മ്യൂസിക്കിൽ തന്നെയാണ്. അതിലൊരാളാണ്, മൂത്ത കുട്ടിയാണ് ഹരിശങ്കർ. അവൻ കച്ചേരിയും അവനെ പഠിപ്പിച്ചത് ഞാനാണ്. അവൻ്റെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ ശ്രീകുമാർ എന്നാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ പേര്. ഇപ്പം ഇല്ല. അദ്ദേഹം അക്കാഡമി പ്രിൻസിപ്പലായിരുന്നു. അവൻ കച്ചേരി നടത്തും. പിന്നെ 15 വയസ്സ് വരെയും ക്ലാസിക്കലേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാൻ. കാരണം ക്ലാസിക്കൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും പാടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ അവൻ ബാൻഡിലേക്ക് പോയി. പിന്നെ ഒരുപാട് സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ ഒരുപാട് ആരാധകരാണ് ഹരിശങ്കർ. അതെ. പിന്നെ KS രവിശങ്കർ, അവൻ വയലിനിസ്റ്റാണ്, വയലിൻ വായിക്കും. അവൻ്റെ റീൽസൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ്. തീർച്ചയായിട്ടും അവനും മുന്നിലേക്ക് വരാം. ഇപ്പോൾ MG രാധാകൃഷ്ണനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. MG ശ്രീകുമാർ എന്ന അതുല്യ കലാകാരനെ കൂടി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ശ്രീകുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശ്രീകുട്ടൻ ഞങ്ങളെ 2 പേരെക്കാളും വളരെ ഇളയ ഒരു കുട്ടിയാണ്. അപ്പം അവനെ ഞങ്ങളുടെ മോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരുന്നത്, കാണുന്നതും. കേട്ട് വളർന്ന ശീലമാണ് ശ്രീകുട്ടന്. അല്ലാതെ അധികം പാട്ട് പഠിച്ചു എന്ന് പറയാനൊക്കെയില്ല. ഫണ്ടമെൻ്റലായിട്ടുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രമാത്രം. ചേർത്തല R. ഗോപാലൻ നായർ സാറാണ് പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ എല്ലാം കേട്ട് ഈ കേൾവിജ്ഞാനം എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, അത് വളരെയധികം ശ്രീകുട്ടനുണ്ട്. അതുകൊണ്ടാണ് എന്തു കൊടുത്താലും പാടുന്നു.
ഇപ്പോൾ ക്ലാസിക്കലായാലും പിന്നെ കർണാടക സംഗീതം മാത്രമല്ലല്ലോ, എത്രയോ വൈവിധ്യമേറിയ സംഗീത ശൈലികളാണുള്ളത്. അതിലേത് കൊടുത്താലും പാടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനം കൊണ്ട് തന്നെയും കേട്ടുള്ള കേൾവിജ്ഞാനം കൊണ്ടുമാണ്. അത് തന്നെയല്ല, ചേട്ടൻ കച്ചേരി നടത്തിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം കാലം സംഗീത കച്ചേരി നടത്തിയിരുന്നു. അത് 15 വർഷം ചേട്ടൻ്റെ കൂടെ സപ്പോർട്ട് സിംഗറായിട്ട് ശ്രീകുട്ടൻ പാടിയിട്ടുണ്ട്. അതിൻ്റെ മെച്ചമാണ് ശ്രീകുട്ടന് കിട്ടിയിരിക്കുന്നത്, യാതൊരു സംശയമില്ല. എൻ്റെ ചേട്ടൻ്റെ കൂടെ പാടിയതിൻ്റെ ആ ഒരു ഫലമാണ് ശ്രീകുട്ടൻ ഇന്ന് പാടുന്നത്. ശ്രീകുട്ടന് കിട്ടിയിരിക്കുന്ന പേരും പെരുമയെല്ലാം അത് കാരണമാണ്. എന്തായാലും ടീച്ചറിൻ്റെ കുടുംബവിശേഷങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സപര്യ ഒരു വശത്തിങ്ങനെ നിൽക്കുന്നു. അമ്മ എന്ന് ഓർക്കുമ്പോൾ തെളിയുന്ന മുഖങ്ങളോടൊപ്പം ടീച്ചറിന് ആലപിക്കണമെന്ന് തോന്നുന്ന ഒരു ഗാനം? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം അമ്മയെപ്പറ്റി ഹൃദയസ്പൃക്കായിട്ട് എഴുതിയിരിക്കുന്ന ആരാണെന്നറിയാമോ? കാലടിയിലുള്ള ശങ്കരാചാര്യർ. അദ്ദേഹം അമ്മയെപ്പറ്റി, അതായത് ഒരു കഥയുണ്ടല്ലോ, അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്നപ്പം മുതല പിടിച്ചെന്നും, അപ്പോൾ ഇദ്ദേഹത്തിന് സന്യാസത്തിലേക്ക് പോകണമെന്നായിരുന്നു വളരെ കൊച്ചുനാൾ മുതൽ ആഗ്രഹം. പക്ഷേ അമ്മ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ മുതല പിടിച്ചപ്പോൾ പറഞ്ഞ് എന്നെ സന്യാസത്തിലേക്ക് വിടാമെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ കിട്ടും. അങ്ങനെ വിട്ടു, മുതല സന്യസിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവസാന കാലത്ത്, ഇത് വിട്ടുപോകുമ്പോൾ, എൻ്റെ അവസാന കാലത്ത് നീ എൻ്റെ അടുത്ത് വരുമോ? അപ്പോൾ അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ, അമ്മ മരിക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം വന്ന് മരണസമയത്ത് അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ചൊല്ലിയ മാതൃപഞ്ചകം എന്ന് പറഞ്ഞൊരു 5 ശ്ലോകങ്ങളുണ്ട്. അതിൽ കവിഞ്ഞൊരു അമ്മയെപ്പറ്റി ആർക്കും എഴുതാൻ പറ്റില്ല. അതായത് ഗർഭസ്ഥയായിരിക്കുമ്പോൾ എന്തുമാത്രം കഷ്ടതകളാണ് അമ്മ അനുഭവിക്കുന്നത്, അതിനെപ്പറ്റിയും ഗർഭഭാരം, ഇതിനെപ്പറ്റിയൊക്കെ അതിന് ആ 5 ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം ഞാനത് ചൊല്ലാം. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥാ നൗരുച്യം തനുശോഷണം മലമയി ശയ്യാച സാംവത്സരീ നൗരുച്യം തനുശോഷണം മലമയി ശയ്യാച സംവത്സരീ ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോ ധാതു നിഷ്കൃതി മുന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ ജനന്യൈ നമഃ ജനന്യൈ നമഃ ജനന്യൈ നമഃ ജനന്യൈ നമഃ. വളരെ നന്ദി ടീച്ചർ. ഇത്രയും സമയം ജനൻ ടി വിയോടൊപ്പം ചിലവഴിച്ചു ടീച്ചറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു, വരുന്ന തലമുറയ്ക്കുള്ള സന്ദേശം നൽകി. എന്തായാലും അങ്ങേ അറ്റത്ത് നന്ദി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.